ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ ഗൾഫ് യുദ്ധത്തിന് ശേഷം ഏറ്റവും കൂടുതൽ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ, ഗൾഫ് യുദ്ധം എന്ന് പറയുമ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം, അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഇറാനും അമേരിക്കയും തമ്മിലാണ് യുദ്ധം നടക്കുന്നതെങ്കിലും അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ്. തർക്കമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ഖത്തർ, ഒമാൻ, ബഹ്റിൻ, കുവൈറ്റ്, UAE, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലായി മാറിയിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ത്യക്കാർക്ക് കൂടുതൽ മനസ്സിലാവും. കാരണം ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളും പ്രവാസി പൈസ ഒരുപാട് വരുന്നത് കേരളത്തിലേക്കാണ്, ഇന്ത്യയിൽ തന്നെ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെയുണ്ട്. അവരുടെയൊക്കെ സാലറികളൊക്കെ ഇപ്പോൾ വെട്ടിക്കുറയ്ക്കപ്പെട്ടു, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. ചില ആൾക്കാർക്ക് അവര് കിടന്നിടുന്ന കിടപ്പാടം പോലും നഷ്ടമായി. ഇപ്പോൾ വളരെ ചുരുങ്ങിയ ബെഡ് സ്പേസുകളിലൊക്കെയാണ് അവരിപ്പോൾ കിടക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ പോസ്റ്റ് ഒരു വാർത്ത പങ്കുവച്ചിരുന്നു. അതിൽ അവർ പറയുന്നത് ഈ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുമായി അകലുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇത് തുടങ്ങി വെച്ചത് അമേരിക്കയാണെങ്കിലും അതിന്റെ ഏറ്റവും കൂടുതൽ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളാണ്. അതിൽ അമേരിക്കയ്ക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നേരത്തെ അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അധികമായിട്ട് ടാക്സ് പിരിക്കുക എന്നുള്ളൊരു ശ്രമം കൂടെ നടത്തി. കാരണം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന ഈ നഷ്ടം ഗൾഫ് രാജ്യങ്ങൾ നികത്തണം എന്നൊരു പ്രസ്താവന കൂടെ ട്രംപിന്റെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ട്രംപ് ഈ ഗൾഫ് രാജ്യങ്ങളെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിലാണ് ഈ അമേരിക്കയെ കൈയൊഴിഞ്ഞുകൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങൾ മറ്റു പല രാജ്യങ്ങളുമായിട്ട് അടുക്കുന്നത്. ഉദാഹരണം സൗദി അറേബ്യ നമുക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സൗദി, UAE ഇവരെല്ലാം തന്നെ ഇന്ത്യയുമായി ഇപ്പോൾ ഒരുപാട് അടുത്തിട്ടുണ്ട്. സൗദിക്ക് ബ്രഹ്മോസ് വേണമെന്ന് പറയുന്നു, UAEക്ക് ആകാശ് തീർ വേണമെന്ന് പറയുന്നു. ഇവർ അമേരിക്കൻ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ആ പരിലാളനയിൽ നിന്നും പുറത്തു വരാത്ത രാജ്യങ്ങളാണ്. മറ്റൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ അറബ് നാറ്റോ രൂപീകരിക്കുന്നു. അറബ് നാറ്റോ രൂപീകരിച്ചിട്ട് അത് പറ്റുന്നില്ല എന്ന് കണ്ടുകൊണ്ട് അറബ് നാറ്റോ കുറച്ചുകൂടെ വിപുലീകരിച്ച് ടർക്കിയും കൂടെ ചേർത്ത് മുസ്ലിം നാറ്റോ രൂപീകരിക്കുന്നു. അതിലേക്ക് ഇപ്പൊ ഈജിപ്തും കൂടെ എത്താൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നു. അങ്ങനെ സമ്പൂർണ്ണമായിട്ടും ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നേരെ മുഖം തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതിനിടയിൽ വരുന്ന മറ്റൊരു റിപ്പോർട്ട്, ഈ ഹോർമൂസ് കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് പല പല കാര്യങ്ങൾ അവിടെ കിടന്ന് പറയുമ്പോൾ ഒമാനും ഇറാനും തമ്മിൽ ഒരു ഡീലിലെത്തി ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഇവരുടേതായിട്ടുള്ള രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോഴും ട്രംപിന് അതിന് വലിയ എതിർപ്പാണ്. പക്ഷേ ട്രംപിന്റെ വാക്കുകൾ അവർ ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഗൾഫ് രാജ്യങ്ങൾ തകർച്ചയിലാണ്. അതിന്റെ കാരണം അമേരിക്കയാണ്. അതവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്തായിരിക്കും ഭാവിയിൽ സംഭവിക്കുക? അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ കുടക്കീഴിൽ അണിനിരക്കുന്ന ഈ ഗൾഫ് രാജ്യങ്ങൾ എല്ലാം തന്നെ അമേരിക്കയെ വിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഐക്യം അവരിൽ ഉണ്ടാകുമോ? അല്ലെങ്കിൽ അവരിൽ ആ ഒരു ഐക്യം ഉണ്ടാക്കാൻ കഴിയുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് അവർ ചേക്കേറുമോ? ഇത് നമ്മൾ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇതിന്റെ കെടുതി അനുഭവിക്കാൻ പോകുന്ന GCC രാജ്യങ്ങളായിരിക്കും. അവരിതിന് വലിയ വില നൽകേണ്ടി വരും. കാരണം അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് വലിയ നഷ്ടമൊന്നും വരാനില്ല. അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതാണ് അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനകത്ത് അവർ പറയുന്നത്, ഈ സൗദി, ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റിൻ എന്നീ രാജ്യങ്ങൾ ഇപ്പോൾ ഐക്യത്തിന്റെ പാതയിലാണ്. അതിനനുസൃതമായിട്ടുള്ള ചർച്ചകൾ അവർ നടത്തി വരുന്നുണ്ട്. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സൗദി അറേബ്യയും UAEയുമായിട്ട് ഈ അടുത്ത കാലം വരെ വലിയ ശത്രുത നിലനിന്നിരുന്ന രാജ്യങ്ങളാണ്. ഈ GCC രാജ്യങ്ങൾ നമ്മൾ അവരുടെ ഈ കമ്മിറ്റിയിൽ മാത്രമാണ് അവർ ഐക്യത്തോടെ നിൽക്കുന്നതെങ്കിലും ഇവരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശത്രുതയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവരിപ്പോൾ ഒന്നിക്കുന്നു എന്നുള്ളതാണ് ഈ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് അതിലവർ നടത്തിയ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ US-ഉമായിട്ടുള്ള സഖ്യം ഉപയോഗപ്രദമാണോ എന്നുള്ളൊരു ചർച്ചയാണ് അവർ നടത്തിയിരിക്കുന്നത്. അതായത് ട്രംപ് തുടങ്ങി വെച്ച യുദ്ധം ഞങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വന്നു, ഇപ്പോഴും സുരക്ഷിതമായിട്ടുള്ള, അതായത് അവരുടെ ഈ ആയുധങ്ങൾ ഇപ്പോഴും അവരുടെ ഉപയോഗിക്കുന്നത്, ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ഉപയോഗിക്കുന്നതെല്ലാം അമേരിക്കയുടെ ആയുധങ്ങളാണ്. അതിന് പകരം ഞങ്ങൾ അവർക്ക് ഈ സൈനിക താവളങ്ങൾ വരെ ഒരുക്കി നൽകിയിരുന്നു. പക്ഷേ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഒമാൻ അമേരിക്കയോട് പറഞ്ഞിരുന്നു യുദ്ധത്തിന് ഇറങ്ങരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ സൗദി അറേബ്യയുടെ ഗൾഫ് പോസ്റ്റ് പറയുന്നു, ഇപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി അവർ നേരിട്ടിരിക്കുന്നു. കാരണം അവർക്ക് ഹോർമസ് വഴിയുള്ള എണ്ണ കച്ചവടം തീർന്നിരിക്കുന്നു. അത് കൂടാതെ തന്നെ ചെങ്കടൽ വഴി അവരൊരു റൂട്ട് ഉണ്ടായിരുന്നു. ആ ചെങ്കടലിൽ ഇപ്പോൾ ഹൂത്തികൾ വലിയ ഉപരോധങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കിയത് മൂലം കഴിഞ്ഞ ദിവസം അവരുടെ ഷിപ്പുകൾ ആക്രമിച്ചിരുന്നു. ഇത് മൂലം അവിടെയും അവരുടെ വ്യാപാരം തടസ്സപ്പെടുന്നു. സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലേക്ക് ഗൾഫ് രാഷ്ട്രങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. US-ൽ ഉള്ള ഒരു വിശ്വാസം ഇപ്പോൾ അവർക്ക് കുറഞ്ഞിരിക്കുന്നു എന്നാണ് അറബ് ഗൾഫ് സ്റ്റേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫെലോ ആയിട്ടുള്ള ജേക്കബ്സ് പറയുന്നത്. ഈ അമേരിക്കയോടുള്ള വിശ്വാസം ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. തങ്ങളെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അത് മാത്രവുമല്ല, തങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കാനായിട്ടാണ് ഇപ്പോൾ ഈ അമേരിക്കയുടെ ഈ ആയുധങ്ങൾക്കും ഇല്ലെങ്കിൽ ഈ യുദ്ധത്തിനുമൊക്കെ
ശ്രമിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തങ്ങൾ വേറെ ചില സഖ്യങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ സൗദിയും ഖത്തറും ഒമാനും UAE അടക്കമുള്ള രാജ്യങ്ങൾ ചർച്ച തുടങ്ങി വെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇസ്ലാമിക നാറ്റോ, അറബ് നാറ്റോ, മുസ്ലിം നാറ്റോ അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു സഖ്യം തന്നെ അമേരിക്കയ്ക്കുള്ളൊരു സൂചനയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഇതിനകത്തോട്ട് ഇപ്പോൾ ഈജിപ്റ്റ് വരുന്നു. ഇത് എല്ലാവരും കൂടെ, അതായത് മുസ്ലിം രാഷ്ട്രങ്ങൾ എല്ലാം കൂടി ഒന്നിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെയാണ് പഴയൊരു പ്രവചനം കൂടി നമുക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പഴയൊരു പ്രവചനത്തിലുണ്ട്, ഇസ്രായേലിന് നേർക്ക് ഈ ഇസ്ലാമിക രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും ഒന്നിച്ചുകൊണ്ട് വലിയ ആക്രമണം നടത്തും എന്ന് അവരുടെ ചില പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതിനെ അനർത്ഥമാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക പതുക്കെ അവർക്ക് വിശ്വാസമില്ലാത്ത ഒരു രാജ്യമായിട്ട് എഴുതിയിട്ട് നാളെ ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവർ ഉപേക്ഷിക്കുമെന്നുള്ളതല്ല, പതുക്കെ അത് കുറയ്ക്കുന്നു. ധനുഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസും മറ്റും വാങ്ങാനായിട്ട് UAEയും സൗദിയും മറ്റും ആരംഭിക്കുന്നു. UAE അടിക്കടി ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യയുമായി വലിയ ഡീലിങ്സിലേക്ക് അവർ എത്തുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ സൈനിക മേധാവികള് ഒരു മാസം മുമ്പായിരുന്നു UAEയുടെ മിലിറ്ററി ഓഫീസേഴ്സിനെ കാണാൻ പോവുകയും അവിടെ ചർച്ചകളും മറ്റും നടന്നിരുന്നു. അവരുടെ ട്രെയിനിങ് ക്യാമ്പുകളിലൊക്കെ നമ്മുടെ സൈനിക മേധാവികൾ പങ്കെടുക്കുന്നതിന്റെ ഒക്കെ ദൃശ്യങ്ങൾ നമുക്ക് പുറത്തു. അതായത് പുതിയ സഖ്യങ്ങളും പുതിയ മേച്ചിൽപ്പുറങ്ങളും ഗൾഫ് രാഷ്ട്രങ്ങൾ തേടുകയാണ്. അവരുടെ കണക്കൂട്ടിൽ, അതായത് ഗൾഫ് രാഷ്ട്രങ്ങളുടെ കണക്കൂട്ടിൽ ഇറാൻ ഏതായാലും ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള അറ്റാക്ക് വരില്ല. ഇറാൻ ഒരു ഭീകരവാദ രാഷ്ട്രം തന്നെയാണ്, അതിൽ തങ്ങൾക്കൊന്നും രണ്ടഭിപ്രായമില്ല. പക്ഷെ ഈ ഒരു യുദ്ധം അനാവശ്യമായിരുന്നു, അത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി തങ്ങൾക്ക് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്കാണ് ട്രംപ് ഒരു വലിയ കലത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത്. കാരണം കൂടുതൽ നികുതി ഞങ്ങൾക്ക് തരണം, കൂടുതൽ ടാക്സ് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞിരിക്കുന്നത് യുദ്ധ ചെലവിനായിട്ട്. അതൊക്കെ എങ്ങനെ ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. അതിനിടയിൽ ഒമാനും ഇറാനും തമ്മിൽ ഒരു ഹോർമസ് തുറക്കുന്നതിന്റെ ഒരു കരാറിന്റെ വക്കിലെത്തി നിൽക്കുന്നു. അവിടെ ഇറാൻ വെച്ചിരിക്കുന്ന ഡിമാൻഡ് പ്രാവർത്തികമാകാൻ സാധ്യത കുറവാണ്. ഹോർമുസിൽ നിന്ന് അമേരിക്കൻ ഉപരോധം പിൻവലിക്കണം, എന്നാൽ മാത്രമേ ഹോർമുസിന്റെ ഈ കരാറിൽ തങ്ങൾ ഒപ്പുവെക്കൂ, ഒമാനുമായിട്ട്, അതും അമേരിക്കയുമായിട്ടല്ല. അതിനിടയ്ക്കാണ് ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന വന്നത്, ഹോർമുസ് കടലെടുക്കിന്റെ പേര് മാറ്റി അമേരിക്കൻ കടലെടുക്കുന്നാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. ഏതായാലും രസകരമാണ്. ജിയോ പൊളിറ്റിക്സ് മാറി മറിയുന്നു. ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതി ആ ഒരു സംഭവിച്ചിരിക്കുന്നു. അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ലോകത്ത് കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിമിഷ നേരം കൊണ്ടാണ് ഈ ജിയോ പൊളിറ്റിക്സും സഖ്യങ്ങളും മാറി മറിയുന്നത്. ഒരിക്കൽ പോലും നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല, അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല അമേരിക്ക ഇല്ലാതെ എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയുമെന്ന്. പക്ഷെ ഇപ്പോൾ അവർ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചിരിക്കുന്നു. അമേരിക്ക പതുക്കെ അമേരിക്കയുമായുള്ള അകൽച്ച അവർ തുടങ്ങിയിരിക്കുന്നു. അവരുടേതായ ഒരു സഖ്യം രൂപീകരിക്കുന്നു. അവരുടേതായ ആയുധ വാങ്ങുന്നതിലുള്ള തീരുമാനങ്ങളിലേക്ക് അവർ നീങ്ങിയിരിക്കുന്നു. ഇത് ജിയോ പൊളിറ്റിക്സ് വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. കാരണം സെൻട്രൽ ഏഷ്യ, ഇന്ത്യ, ചൈന, റഷ്യ ഇതെല്ലാം അകന്നു തുടങ്ങിയിരിക്കുന്നു അമേരിക്കയുമായി. കാരണം ഇന്ത്യയൊക്കെ വളരെ അടുത്ത് നിന്നൊരു രാജ്യമായിരുന്നു അമേരിക്കയുമായിട്ട്. പക്ഷെ അതിനൊക്കെ ഒരു അകൽച്ച ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. ലോകരാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയിൽ നിന്ന്, പ്രത്യേകിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ ഒരു വലിയ പരിധിവരെ അമേരിക്കയിൽ നിന്ന് അകന്നു. അതിനൊരു പ്രധാന കാരണക്കാരൻ ഈ ട്രംപ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഈ തോന്നിവാസങ്ങളാണ് ഒരു പരിധിവരെ ഈ രാജ്യങ്ങളെ അകറ്റിയത്. വെറുപ്പിക്കുക എന്നുള്ളതിന്റെ ഒരു എക്സ്ട്രീം ഫോമാണ് ട്രംപ് പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നത്. കാരണം ഇനി അതൊക്കെ രമ്യതയിലേക്ക് എത്തുക എത്ര നാൾക്ക് ശേഷമാണെന്ന് പറയാൻ കഴിയില്ല.